ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം എല്ലാവരും ബാധ്യതപ്പെട്ടവരാണ് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പവിത്രമാക്കിയിട്ടുള്ള മുഹറം മാസത്തിൻ്റെ ആരംഭത്തിലാണ് നാം ഉള്ളത്. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ നിർദ്ദേശവും വ്യക്തമായ കാഴ്ചപ്പാടുകളും അതിൻ്റെ അനുയായികൾക്ക് നൽകിയ ഒരു മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ചില മാസങ്ങൾക്കും ചില ദിവസങ്ങൾക്കും ചില രാവുകൾക്കും ചില സമയങ്ങൾക്കുമെല്ലാം അള്ളാഹുവിൻ്റെ മതത്തിൽ വലിയ പ്രത്യേകതയുണ്ട്, വലിയ പുണ്യമുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്തിൽ മനുഷ്യന്മാർ ഭൂമിയിൽ ജീവിക്കുമ്പോഴുണ്ടാകുന്ന കാലഗണനയിൽ എത്ര മാസമാണെന്നും ആ മാസങ്ങളിൽ ഹുർമത്താക്കപ്പെട്ട ചില മാസങ്ങളുണ്ട് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും ദാലിക അദ്ദീനുൽ ഖയ്യിം ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. ഒരുപാട് നിർദ്ദേശങ്ങളും ഒരുപാട് കൽപ്പനകളും വിരോധങ്ങളുമാണ് അള്ളാഹു ഈ ആയത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. മാസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ അത് 12 ആണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അതേതു മുതലാണ് ആ 12 മാസങ്ങൾ എണ്ണിത്തുടങ്ങിയത്? അത് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്നു മുതൽക്കു തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ 12 മാസങ്ങളുണ്ട്. മിൻഹാ 4 ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രവുമാണ്. അതും ആദ്യകാലം മുതൽക്കു തന്നെ ഉള്ള ഒരു രീതിയാണ്. ദാലിക അദ്ദീനുൽ ഖയ്യിം. ആ 12 മാസങ്ങളെ ആ മാസങ്ങളായി മനസ്സിലാക്കുകയും 4 മാസങ്ങളെ പവിത്രമായി മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് ചൊവ്വായ മതം, അല്ലെങ്കിൽ ഋജുവായ മതം എന്ന് പറയുന്നത് അതാണ്. ആ 4 മാസങ്ങളുടെ പ്രത്യേകത എന്താണ്? ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. നിങ്ങൾ സ്വന്തത്തോട് തന്നെ അതിൽ അക്രമം പ്രവർത്തിക്കാൻ പാടില്ല, ദുൽമ ചെയ്യാൻ പാടില്ല. അഥവാ ശരീരത്തെ ഉപദ്രവിക്കാനിരിക്കുന്ന പോലെ തന്നെ മറ്റുള്ള തന്റെ സഹോദരന്മാരായ വിശ്വാസികളെയും മറ്റു മനുഷ്യരെയും ഉപദ്രവിക്കാതെ യുദ്ധങ്ങളിൽ നിന്നും കലാപങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമെല്ലാം മാറി നിൽക്കുക എന്നതാണ് ഈ 4 മാസങ്ങളിൽ അവൻ ചെയ്യേണ്ട, വിശ്വാസികൾ ചെയ്യേണ്ട കർമ്മമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ ആ 4 മാസങ്ങളുടെ പേര് വിശദീകരിച്ചിട്ടില്ല. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ പ്രസക്തി നമുക്ക് മനസ്സിലാകുന്നത്. ചില ആളുകൾ പറയും, എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് എന്തിനാണ് ആവശ്യമുണ്ടെന്ന് ചോദിക്കുന്ന ആളുകളോട് ഈ ആയത്ത് ചോദിച്ചിട്ട്, ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞ മിൻഹാ 4 ഹുറും എന്ന ആയത്തിന്റെ വിശദീകരണം എവിടെ? ഖുർആനിൽ എവിടെയില്ല. 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 4 മാസങ്ങളുടെ ഏതൊക്കെയാണെന്ന് തഅയീൻ ചെയ്ത് നിർണയിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സമാന ഖദ് ഇസ്തദാറ കഹയ്യതി യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർദ്. നിശ്ചയമായി കൊണ്ട് കാലഘട്ടമെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സൃഷ്ടിച്ച അന്നു മുതൽക്കു തന്നെ അത് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷമെന്ന് പറയുന്നത് 12 ശഹ്റൻ 12 മാസം, മിൻഹാ 4 ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമാണ്.
സലാസു മുതവാലിയാത്ത്, 3 മാസങ്ങൾ തുടർച്ചയായിക്കൊണ്ടുവരുന്ന മാസങ്ങളാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ വൽ മുഹറം വറജബ് മുദറല്ലദി ബൈന ജമാദി വശഅബാൻ. ഈ 4 മാസങ്ങളാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പവിത്രമായി പഠിപ്പിച്ചത്. റജബും അതുപോലെ തന്നെ ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറവും. ആ മുഹറം മാസത്തിന്റെ തുടക്കത്തിലാണ് അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നാം ഇപ്പോൾ ഉള്ളത്. ഈ മുഹറം മാസം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വർഷത്തിന്റെ തുടക്കം കൂടിയാണ്. ഹിജ്റ 1448 വർഷത്തിന്റെ തുടക്കത്തിലാണ് നാം ഉള്ളത്. ഇസ്ലാമിക കലണ്ടറിന്റെ പ്രത്യേകത അതിന്റെ കലണ്ടറിന്റെ അവസാനത്തെ മാസവും അതിന്റെ തുടക്കവും ഒടുക്കവും ഒരു അശ്ഹറുൽ ഹുറുമിൽപ്പെട്ട പവിത്രമായ മാസങ്ങളെ കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത് എന്നതാണ് ഇസ്ലാമിന്റെ മാസങ്ങളുടെ പ്രത്യേകത. മാത്രമല്ല ജാഹിലിയ കാലഘട്ടത്തിലും ഈ അശ്ഹറുൽ ഹുറുമിനെ അവർ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. പക്ഷേ അവർക്ക് യുദ്ധം ചെയ്യണമെന്ന് തോന്നുമ്പോൾ ആ മാസങ്ങൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നസിയ നടത്തി അവരുടെ ഇഷ്ടപ്രകാരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുഹറത്തെയും അതുപോലെ തന്നെ മറ്റു മാസങ്ങളെയും എല്ലാം മാറ്റി തിരിച്ചിരുന്നു. അതിനാണ് നസിയത്ത് എന്ന് പറയാം. ഈ ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് ജാഹിലിയത്തിൽ അതിന്റെ പേര് സഫറുൽ അവ്വൽ എന്നായിരുന്നു. മുഹറം മാസത്തിന് രണ്ടാമത്തെ സഫറുസാനി, മുഹറം കഴിഞ്ഞ സഫർ മാസമാണല്ലോ. റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ എന്ന് പറയുന്ന പോലെ സഫറുൽ അവ്വൽ, സഫർ സാനി എന്നതാണ് സാധാരണയായിക്കൊണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ മുഹറം മാസത്തെ സംബന്ധിച്ച് അസ്സഫറുൽ അവ്വൽ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും ആ സഫറുൽ അവ്വൽ എന്ന പേര് മാറ്റിയാൽ മുഹറം, പവിത്രമായ മാസങ്ങൾ എന്ന്, പവിത്രമായ മാസം എന്ന് അതിന് പേര് വെക്കുകയും ചെയ്തു. കാരണം അതിന് അങ്ങനെ പേര് വെക്കാനുള്ള കാരണം പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഈ മുഹറം മാസത്തെയാണ് പലപ്പോഴും അവിടെ യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചിരുന്നത്. കാരണം 3 മാസങ്ങൾ തുടർച്ചയായിക്കൊണ്ട് യുദ്ധം ചെയ്യാതിരിക്കുക എന്നുള്ളത് അറബികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഫിത്രത്ത് അനുസരിച്ചുകൊണ്ട്, പ്രകൃതി അനുസരിച്ചുകൊണ്ട് അവരെ സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുഹറം മാസത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ആ മാസത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് യുദ്ധമുണ്ടാകുകയും അതിന് പകരം മറ്റൊരു മാസത്തെ പവിത്രമായി കാണുകയും ചെയ്തിരുന്നു അവർ. അതിനെ നിർത്താൻ വേണ്ടിയും ആ സമ്പ്രദായത്തെ ഇന്നമൻ നസിയു സിയാദത്തും ഫിൽ കുഫർ, അത് കുഫറിന്റെ ആധിക്യത്തെ കുറിക്കുന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ ആയത്തിറക്കുകയും ഈ സഫർ മാസത്തെ സഫറുൽ അവ്വൽ എന്ന പേര് മാറ്റി അൽ മുഹറം, അള്ളാഹുവിന്റെ അടുക്കൽ പവിത്രമായ മാസമാണ്, അതുകൊണ്ട് അതിനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കരുത്, അതിനെ തൊട്ട് കളിക്കണ്ട എന്ന അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ പ്രവാചകനും അങ്ങനെയാണ് ആ മാസത്തിന് മുഹറം എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. സഹോദരന്മാരെ, നാം ഇപ്പോൾ നിലവിലുള്ള ഈ മുഹറം മാസം എന്ന് പറഞ്ഞ ഏറ്റവും പവിത്രമായ മാസങ്ങളിൽ ഒന്നാണ്. ആ ബോധവും ബോധ്യവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെക്കുറിച്ച് പറഞ്ഞത് ഷഹറുല്ലാഹ്, അള്ളാഹുവിന്റെ മാസമെന്നാണ്. നമുക്കറിയാം എല്ലാം അള്ളാഹുവിന്റെ മാസങ്ങൾ തന്നെയാണ്, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിലേക്കൊരു കാര്യത്തെ ചേർത്തുകൊണ്ട് പറയുമ്പോൾ അതിന് പ്രത്യേകമായ ശ്രേഷ്ഠത ഉണ്ടാകും. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഒട്ടകത്തെക്കുറിച്ച് നാഖത്തുല്ലാ എന്ന് പറഞ്ഞല്ലോ. എല്ലാ ഒട്ടകങ്ങളും അള്ളാഹ് സൃഷ്ടിച്ചതാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അദ്ദേഹത്തിന് ദൃഷ്ടാന്തമായി കൊണ്ടു കൊടുത്തിട്ടുള്ള, സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ദൃഷ്ടാന്തമായി കൊടുത്തിട്ടുള്ള ഒട്ടകം, ആ ഒട്ടകവും അള്ളാഹുവിന്റെ ഒട്ടകം തന്നെയാണ്. പക്ഷെ അതിന് പ്രത്യേകതയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നാഖത്തുല്ലാ എന്ന് പറഞ്ഞത്. ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടിജാലികളും പടച്ചറപ്പിന്റേതാണ്. പക്ഷെ ആ പള്ളികൾ അള്ളാഹുവിന്റെ ബൈത്തുല്ലാ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിലേക്ക് ഒരു കാര്യം ചേർത്ത് പറഞ്ഞാൽ അതിന് ശ്രേഷ്ഠതയുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹു ചേർത്ത് പറഞ്ഞൊരു മാസമാണ് ഷഹറുല്ലാഹിൽ മുഹറം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ഷഹറുല്ലാഹിൽ മുഹറം. റമളാൻ മാസത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാകുന്നു. അള്ളാഹുവിന്റെ മാസമായ മുഹറത്തിലെ നോമ്പാകുന്നു. വഅഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീള, ഫർള് നമസ്കാരത്തിന് ശേഷം ഏറ്റവും അഫ്ളലായ നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് സ്വലാത്തുൽ ലൈൽ, രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരമാണ്, ഖിയാമുൽ ലൈലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയുണ്ടായി. ഇവിടെ മുഹറം മാസത്തെ അള്ളാഹുവിന്റെ മാസം എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. എല്ലാ മാസങ്ങളും പടച്ചറപ്പിന്റെ തന്നെയാണ്. പക്ഷെ ആ മാസത്തിനൊരു മഹത്വമുണ്ട്, പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ ഒരു നാമകരണം അതിന് നടത്തി നമ്മൾ മനസ്സിലാക്കണം. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകതയായി കണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കാൻ, മുഹറം മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുത്തിരുന്നതിന്റെ മുഹറം 9-നും 10-നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിരുന്നു. അതാണ് അഫ്ളലുസ് സിയാം എന്ന് പ്രവാചകൻ പറഞ്ഞ റമളാനിന് ശേഷം.
ആ മുഹറം 9-ന്റെയും 10 നോമ്പിന് ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴവും വെള്ളിയാണ് നമ്മളിലേക്ക് വരുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും ആ നോമ്പിന്റെ മഹത്വം മനസ്സിലാക്കി അത് സുന്നത്ത് നോമ്പെന്ന് അവഗണിക്കാതെ അതിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മളെല്ലാവരും നോൽക്കാൻ അത് കാര്യം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് അതിന്റെ മഹത്വം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി ചോദിച്ചു, സഅല റജുലുൻ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സിയാമി ആശൂറ, മുഹറം 10-ന്റെ അന്നത്തെ നോമ്പിന്റെ പുണ്യം എന്താണ് റസൂലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ഒന്ന് കൊണ്ട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലദീ ഖബലഹു, കഴിഞ്ഞ വർഷത്തെ മുഴുവൻ തെറ്റുകുറ്റങ്ങളും ചെറിയ തെറ്റുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തരുമെന്ന് ഞാൻ പടച്ചവരിൽ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. അഥവാ ഒരു വർഷത്തെ ചെറിയ മുഴുവൻ പാപങ്ങൾക്കുമുള്ള പരിഹാരമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് മുഹറം മാസത്തിലെ 10-ാമത്തെ ദിവസത്തിലെ നോമ്പ്. അറഫ നോമ്പാണെങ്കിൽ 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. മുഹറം മാസത്തിലെ നോമ്പ് 1 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കൃത്യമായി കൊണ്ട് നോറ്റിരുന്നു. പിന്നീടാണ് പ്രവാചകൻ മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വിവരം കിട്ടിയത് ജൂതന്മാരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമൊക്കെ അത് അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന അത്താസിഅ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9-ന്റെ നോമ്പ് കൂടി 10-ന്റെ മുമ്പായിക്കൊണ്ട് ഒരു ദിവസം കൂടി ജൂതന്മാരെ അവരുടെ എതിരാകാൻ വേണ്ടി ഞാൻ അനുഷ്ഠിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാം. പക്ഷേ പ്രവാചകൻ അടുത്ത വർഷം ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ആയുസ് നൽകിയില്ല. പ്രവാചകൻ വഫാത്താവുകയാണ് ചെയ്തത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഉള്ളത് കൊണ്ട് തന്നെ ഈ 2 ദിവസവും ആശൂറാന്റെയും താസൂന്റെ ആ ദിവസങ്ങളിൽ നമുക്ക് നോമ്പ് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു എക്സ്ട്രാ നോമ്പ് ദുൽഹിജ്ജ് മുഹറം മാസത്തിൽ 9-ാമത്തെ ദിവസം വെച്ചത് എന്തിനാണ്? അവിടെ അടിസ്ഥാനപരമായിക്കൊണ്ട് ഉലമാക്കൾ വിശദീകരിച്ചത് അതിന്റെ അടിസ്ഥാന ഉദ്ദേശം ജൂത നസ്രാക്കളോടും അഹ്ലു കിതാബിനോടും ദീന്റെ വിഷയത്തിൽ എതിരാവുക എന്നതാണ്. ഇതൊരു ഇസ്ലാമിന്റെ അഖീദയുടെ പ്രത്യേകതയാണ്. കാര്യം ഇസ്ലാമിന്റെ അഖീദയാണെങ്കിലും വിശ്വാസമാണെങ്കിലും ആചാരമാണെങ്കിലും അനുഷ്ഠാനമാണെങ്കിലും വസ്ത്രധാരണ രീതിയാണെങ്കിൽ പോലും പേരുകളിലാണെങ്കിൽ പോലും മറ്റു മതക്കാരോട് സാദൃശ്യരാകാതിരിക്കുക, സാദൃശ്യമില്ലാതിരിക്കുക, ഇത് ഇസ്ലാമിന്റെ ഏത് കാലഘട്ടത്തിലും അടിസ്ഥാനപരമായ നിയമമാണ്. അപ്പൊ നമുക്കറിയാം, ഹജ്ജ് കർമ്മം മക്കയിലെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തിരുന്നു. പക്ഷെ അവർ അറഫയിലേക്ക് പോയിരുന്നില്ല. അവർ ഹറമിന്റെ പുറത്തായതുകൊണ്ട് തന്നെ അറഫയിലേക്ക് പോകാതെ ഹജ്ജ് ചെയ്യും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജ്ജ് അറഫ, നിങ്ങൾ ഹജ്ജ് ചെയ്ത് നിർബന്ധമായിക്കൊണ്ട് അറഫയിലേക്ക് പോകണം. അറഫയില്ലാത്തവൻ ഹജ്ജില്ല. കാരണം എന്താ? കാരണം മറ്റു മുശ്രിക്കുകളുടെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയില്ലാത്ത ഹജ്ജാണ്. അപ്പൊ നമ്മുടെ ഹജ്ജ് അങ്ങനെ ആകാൻ പാടില്ല. ഏത് കാര്യത്തിലും അങ്ങനത്തെയാണ്. വസ്ത്രദാനത്തിന്റെ രീതിയിലും താടി വളർത്തുന്ന വിഷയത്തിലാണെങ്കിലും മറ്റു എല്ലാ വിഷയങ്ങളും, ആഘോഷ ദിവസങ്ങളാണെങ്കിലും എല്ലാത്തിലും ജൂത ക്രിസ്ത്യാനികളോടും മറ്റുമൊക്കെ എതിരാവുക എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ അവസരം. പക്ഷേ വളരെ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യം എന്ന് ചോദിച്ചാൽ ഇന്ന് പലപ്പോഴും മുസ്ലിം നാമധാരികളായ ആളുകൾ പോലും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന ആളുകൾ പോലും വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ആചാരരംഗത്തും ആഘോഷരംഗത്തും വസ്ത്രധാരണ രീതിയിലും എല്ലാത്തിലും സ്വന്തം സംസ്കാരത്തെ വിട്ടുകൊണ്ട് മറ്റുള്ളവരുടെ സംസ്കാരത്തെ വാരി പുണരുന്ന കാഴ്ചകൾ നമുക്ക് വളരെ സങ്കടകരമായ കാഴ്ചകൾ കാണുക. സഹോദരന്മാർ ഒരിക്കലും ഉണ്ടാകും. ഇബാദത്തിന്റെ വിഷയത്തിലും എന്ന് മാത്രമല്ല ഒരു വിഷയത്തിലും മറ്റു മതക്കാരുടെ സാമ്യത എന്നുള്ളതും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. ഇനി മുഹറം 9-ന്റെയും 10-ന്റെയും ഒക്കെ ദിവസം വരുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചരിത്രം അതിന്റെ പിന്നിലുണ്ട്. എന്തുകൊണ്ടാണ് മുഹറം 10-ന്റെ അന്ന് നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോൽക്കണമെന്ന് കൽപ്പിച്ചതും അതുപോലെ തന്നെ ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ നോൽക്കണമെന്ന് അവർ നോറ്റിരുന്നതും എന്തുകൊണ്ടാണ്? മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കടൽ കടത്തി രക്ഷപ്പെടുത്തുകയും ആ ഇസ്ലാമിന്റെ ഏറ്റവും കൊടിയ ശത്രുവായിരുന്ന ഫിർഔനിനെ ആ വെള്ളത്തിൽ മുക്കിക്കൊണ്ട് നശിപ്പിക്കുകയും ചെയ്ത ചരിത്രമാണ് മുഹറം 10-ന്റെ ചരിത്രം. വിശുദ്ധ ഖുർആനിൽ അത് കൃത്യമായി കൊണ്ട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ ഉപദ്രവം സഹിക്കാതെ മുസ്ലിമീങ്ങളെയും കൊണ്ട് രക്ഷപ്പെടുന്നു. അങ്ങനെ ഫലമ്മ തറ അൽ ജംആനി, ആ 2 ജംഉകളും അഥവാ മുന്നിൽ ഒരു കടലാണ്, സമുദ്ര സമാനമായ വെള്ളം നിൽക്കുന്നു, പിൻഭാഗത്ത് ഫിർഔന്റെയും അതുപോലെ തന്നെ അവന്റെ അനുയായികളുടെയും പട്ടാളക്കാർ നിൽക്കുന്നു. ഈ സന്ദർഭത്തിൽ വിശ്വാസികളായ ഖാല അസ്ഹാബു മൂസാ നബിയുടെ സഹാബിമാര് പറഞ്ഞു, എന്ന് പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു തന്നെയാണ്. കാരണം നമ്മുടെ അടുക്കയിൽ ആയുധങ്ങളില്ല. അവർ സർവായുധ സജ്ജരായിക്കൊണ്ട് ഫിർഔനും കിങ്കരന്മാരും തങ്ങളുടെ പിന്നാലെ വരുന്നു.
മുന്നിൽ രക്ഷപ്പെടാൻ ബോട്ടുകളോ മറ്റു വഴികളോ ഒന്നും നമ്മുടെ മുമ്പിലില്ല. എന്തു ചെയ്യണം? ഇന്നാല മുതറക്കും. ആ സന്ദർഭത്തിൽ തൗഹീദ് പഠിപ്പിച്ച തൗഹീദിന്റെ പ്രവാചകനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് പറഞ്ഞു? കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എനിക്ക് വഴി കാണിച്ചു തരും. ഒരു ശത്രുവിന്റെ വീട്ടിൽ വളർത്തി ആ ശത്രുവിന്റെ ചെലവിൽ പാലൂട്ടി വളർത്തിയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ ഹിക്മത്ത് നോക്കണം. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രയാസം വരുമ്പോ കൈവിട്ടിട്ടില്ല. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എനിക്ക് ഇതുവരെ വഴി കാണിച്ചു തന്ന, ഈ നിമിഷം വരേക്കും എനിക്ക് വഴി കാണിച്ചു തന്ന പടച്ച റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വഹി കൊടുത്തു. കടലടിക്കാൻ പറഞ്ഞു, കടൽ പിളർന്നു, അദ്ദേഹം രക്ഷപ്പെട്ടു. ഫിർഔനും കൂട്ടരും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിക്കുകയാണ്. ആ സംഭവം നടന്നത് ഒരു മുഹറം 10 കൊണ്ട് തന്നെ ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹാബിമാർ ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി, അഥവാ തങ്ങളുടെ രക്ഷയുടെയും വിജയത്തിന്റെയും ശത്രുവിന്റെ ധ്വംസനത്തിന്റെയും ശത്രു നശിപ്പിക്കപ്പെട്ടതിന്റെയും ഒക്കെ ഒരു ആഹ്ലാദ പ്രകടനത്തിന് വേണ്ടി അവരന്ന് നോമ്പ് നോറ്റു. നമ്മൾ മനസ്സിലാക്കണം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദമുണ്ടാകുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ സന്തോഷിക്കുന്ന പ്രത്യേകമായ അങ്ങനെ അവസരങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അത് മുമ്പ് തന്നെ ശരീഅത്തിലൊക്കെ പ്രത്യേക അന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്കൊരു നോമ്പ് ആക്കി തരും. ഇപ്പൊ നമുക്കറിയാം വിശുദ്ധ റമളാൻ, വബിദാലിക ഫല്യഫ്റഹു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട് വിശുദ്ധ ഖുർആന്റെ അവതരണവുമായി കൊണ്ട് ബന്ധപ്പെട്ടാണ്. ആ അവതരണത്തിന്റെ സന്തോഷത്തിന്റെ ഭാഗമാണ് നോമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം വിശ്വാസികൾ സന്തോഷിക്കും. അതിനാണ് തിങ്കളാഴ്ച നോമ്പ് വെച്ചത്. യോമുൻ വുലിത്തു ഫീഹി, ഞാനെന്ന് ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച, അതുകൊണ്ട് തിങ്കളാഴ്ച സുന്നത്തും. അതല്ലാതെ മൗലിദ് ആഘോഷിക്കാനോ നബിദിനം ആഘോഷിക്കാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ ജനിച്ച ദിവസം തിങ്കളാഴ്ച, അതുകൊണ്ട് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ട ദിവസം മുഹറം 10, അതുകൊണ്ട് നിങ്ങൾ മുഹറം 10 നോമ്പ് നോൽക്കണം. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനെ കൂടി നശിപ്പിച്ചത്? വസ്തക്ബറ ഹുവ വജുനൂദുഹു ഫിൽ അർളി, അവനും അവന്റെ പടയാളികളും ഭൂമിയിൽ അഹങ്കാരം നടിച്ചു. ബിഗൈരിൽ ഹഖി, യാതൊരു സത്യവുമില്ലാതെ, അതിൽ ഒരു അവകാശവുമില്ലാതെ അവർ ഭൂമിയിൽ വലിയ അഹങ്കാരം നടിച്ചു. വളന്നു അന്നഹും ഇലൈനാ ലാ യുർജഊൻ, നമ്മിലേക്ക് അവർ മടക്കപ്പെടുകയില്ലെന്നാണ് അവർ വിചാരിച്ചത്. അങ്ങനെ ഫഅഖദനാഹു വജുനൂദഹു ഫനബദ്നാഹും ഫിൽ യം, അവനെയും അവന്റെ പട്ടാളക്കാരെയും സർവ്വ ആയുധങ്ങളുമുള്ള ഒരു രാജാവും അവന്റെ പട്ടാളക്കാരും എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലും വലിയ സന്നാഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവനെയും അവന്റെ പട്ടാളക്കാരെയും ഫനബദ്നാഹു ഫിൽ യമ്മി, അവരെ നാം ഒരു ആഴിയിൽ അവരെ മുക്കിക്കൊന്നു. ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ ളാലിമീൻ. ഇതിന് വിശ്വാസികൾ അല്ലാഹു പറയാണ്, ഇങ്ങനെ ചിന്തിക്കണം നിങ്ങൾ, ഇങ്ങനെയാണ് ഒരു ളാലിമീങ്ങളായ ആളുകളുടെ പര്യവസാനം എങ്ങനെയാണ് ഉണ്ടാവുക എന്ന്. ഏത് ഫിർഔനും ഒന്നുമില്ലെങ്കിൽ വെള്ളത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ നശിക്കാത്ത ചരിത്രം ലോകത്ത് എവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ചരിത്രങ്ങൾ ഒക്കെ വിശ്വാസികളായ ആളുകൾക്ക് സന്തോഷമാണ്, മാതൃകയാണ്. അതുകൊണ്ട് വിശ്വാസികൾ നിരാശപ്പെടേണ്ടതില്ല എന്നൊരു സന്ദേശം കൂടി ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോഴാണ് പ്രവാചകൻ അന്ന് നോമ്പ് നോറ്റു. അങ്ങനെ അതിന്റെ ജൂതന്മാർ അത് നോമ്പ് നോൽക്കുന്നുണ്ട് അറിഞ്ഞപ്പോൾ പ്രവാചകൻ അതിന്റെ തലേ ദിവസം നോമ്പ് നോൽക്കാൻ വേണ്ടി പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന യൗമു ആശുറ യൗമുൻ തുഅള്ളിമുൽ യഹൂദ് വതത്തഖിദു ഈദൻ. ജൂതന്മാരായ ആളുകൾ ആ ആശൂറന്റെ ദിവസം അത് ആദരിക്കുകയും ആ ആശൂറന്റെ ദിവസത്തെ അവരൊരു ഈദായിക്കൊണ്ട് കൊണ്ടാടുകയും ചെയ്യുന്നുണ്ട് എന്ന് പ്രവാചകൻ മനസ്സിലാക്കി. ഇവിടെ ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ആശൂറാന്റെ ദിവസം വിശ്വാസികൾക്ക് സന്തോഷമാണ്. ആ സന്തോഷം ജൂതന്മാർക്ക് ഈദാണെന്ന് പ്രവാചകൻ മനസ്സിലാക്കിയപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂമു അൻതും, അവർക്ക് പെരുന്നാളാണെങ്കിൽ നമുക്കന്ന് പെരുന്നാൾ പറ്റൂല, അന്ന് നമുക്ക് നോമ്പാണ്. അവർക്ക് ആഘോഷത്തിന്റെ ദിവസമാണെങ്കിൽ നമുക്കന്ന് ആഘോഷിക്കാൻ പറ്റൂല, നമുക്കന്ന് നോമ്പാണ്. സൂമു അൻതും, അതുകൊണ്ട് ആ ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്ന് ജൂതന്മാർക്ക് എതിരാകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുക. അപ്പൊ ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ മുഹറം 10 നോമ്പും യഥാർത്ഥത്തിൽ ജൂതന്മാർക്ക് എതിരാകാൻ വേണ്ടി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മുഹറം 9 നോമ്പ് ഏതായാലും അങ്ങനെ തന്നെയാണ്. കാരണം മുഹറം 10 അന്ന് ജൂതന്മാർക്ക് ഈദാണെന്ന് പ്രവാചകൻ മനസ്സിലാക്കിയപ്പോൾ അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ നോമ്പ് നോൽക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. അപ്പൊ സഹോദരന്മാരെ, മുഹറം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന്റെയും ഒരു മാസത്തിന്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ വർഷം നമ്മിലേക്ക് വരുന്ന ഒരു കാര്യം കൂടി നമ്മൾ എല്ലാവരും മനസ്സിലാക്കും. ഒരു പുതിയ വർഷം മാറുന്നു പറഞ്ഞാൽ
നമ്മൾ സാധാരണയായിക്കൊണ്ട് ഇംഗ്ലീഷ് കലണ്ടറാണ് നമ്മുടെ വീടുകൾ തൂക്കാറുള്ളതെങ്കിലും ഒരു പുതിയ ഇസ്ലാമികമായ ഒരു കലണ്ടർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സഹോദരന്മാരെ, ചില കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് ആലോചിക്കണം. കാരണം നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് മറ്റേ വെള്ളിയാഴ്ചക്ക് അധികം ദൂരമില്ല, ഒരു വർഷത്തും കഴിഞ്ഞ് മറ്റേ വർഷത്തേക്ക് അധികം ദൂരമില്ല, ഒരു ദിവസം കഴിഞ്ഞ് ഒരു പ്രഭാതം കഴിഞ്ഞ് മറ്റൊരു പ്രഭാതം ജനിക്കാൻ അധികം സമയമില്ല. വളരെ പെട്ടെന്ന് ആയുസ്സുകൾ ഇങ്ങനെ ചുരുങ്ങി 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 നാം ഓരോരുത്തരും ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ ഡേറ്റുകളും ഓരോ തീയതികളും ഓരോ വർഷങ്ങളും നമ്മൾ മാറ്റിമറിക്കുമ്പോൾ നമ്മുടെ മരണത്തിലേക്കും നമ്മുടെ ആഖിറത്തിലേക്കും നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. രാവിലെയും പകലെയും സൃഷ്ടിച്ചതിലും അതുപോലെ തന്നെ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിലും രാവും പകലും ഒക്കെ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ള ആളുകൾക്ക് ചില ദൃഷ്ടാന്തമുണ്ട്. മറ്റുള്ളവനോ, ബുദ്ധിയില്ലാത്ത പൊട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ രാവും പകലും മാറി മാറി വരുന്നു. അവരിങ്ങനെ നാൽക്കാലികളെ പോലെ ജീവിക്കുന്നതല്ലാതെ പടച്ചവന് ഒരു ദിവസം കഴിഞ്ഞാൽ എന്റെ ഒരു ദിവസം കഴിഞ്ഞല്ലോ എനിക്ക് ജീവിതത്തിൽ, ഇനി ആ ദിവസം തിരിച്ചു കിട്ടൂലല്ലോ എന്ന ചിന്തയാണ് ഒരു വിശ്വാസി സംബന്ധിച്ച് ഒരു ബുദ്ധിയുള്ള ഉലുൽ അൽബാബിനെ കുറിച്ച് ഉണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ഫീ ഇഖ്തിലാഫിൽ ലൈലി വൻ നഹാരി വമാ ഖലഖല്ലാഹു ഫിസ് സമാവാതി വൽ അർളി ലആയാതിൻ ലിഖൗമി യത്തഖൂൻ. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഇതിലൊക്കെ പാഠമുണ്ട്. ഒരു ദിവസം കഴിഞ്ഞ് മറ്റേ ദിവസം വരുന്നു. ഈ പ്രക്രിയ അനന്തമായിക്കൊണ്ട് തുടരുമ്പോൾ തന്റെ ജീവിതത്തിൽ നിന്ന് ആയുസ് ചുരുങ്ങി 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 താൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറയാൻ, ഇത് അംസൈത ഫലാ തൻതദിർ സബാ, നീ വൈകുന്നേരമായി കഴിഞ്ഞാൽ നീ ഒരിക്കലും പ്രഭാതത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല. എത്ര മനുഷ്യന്മാരാണ് രാത്രികളിൽ മരണപ്പെടുന്നത്, ഉറക്കിൽ മരണപ്പെടുന്നത്. ഇനി രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ രോഗിയായിക്കൊണ്ടോ അതിലേക്ക് എഴുന്നേൽക്കാൻ കഴിയാത്ത അശക്തത കൊണ്ടൊക്കെ എത്ര ആളുകളുടെ ആരോഗ്യാവസ്ഥ മാറുന്നു, ജീവിതാവസ്ഥ മാറുന്നു. ഇങ്ങനെ നീ പ്രദോഷത്തിലായാൽ നീ ഒരിക്കലും ഒരു സുപ്രഭാതത്തെ നീ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇനി വൈദാ അസ്ബഹത ഫലാ തൻതദിർ മസാ, ഇനി പ്രഭാതത്തിലായി കഴിഞ്ഞാൽ ഇനി വൈകുന്നേരം നോക്കാം, വൈകുന്നേരമാകട്ടെ എന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അങ്ങനെ സംഭവിക്കുമെന്ന് നിന്റെ ജീവിതത്തിൽ ഒരു ഉറപ്പ് നിനക്ക് തരാൻ ആർക്കും സാധ്യമല്ല. കാരണം എവിടെ വെച്ചുകൊണ്ടാണ്, ഏതവസ്ഥയിലാണ്, എപ്പോഴാണ് മരിക്കാനും ഒരു മനുഷ്യനും പറയാൻ കഴിയും. അതുകൊണ്ട് അദ്ദേഹം പറയാൻ, വഖുദ് മിൻ സിഹ്ഹതിക ലിമർദിക, നിന്റെ ആരോഗ്യം, നിന്റെ രോഗാവസ്ഥ വരുന്നതിന് മുമ്പ് നീ നല്ലോണം ചെലവഴിച്ചു. യുവാക്കളാണെങ്കിലും അതുപോലെ തന്നെ യുവതികളാണെങ്കിലും അതുപോലെ തന്നെ ആരാണെങ്കിലും അള്ളാഹു നമുക്ക് നൽകിയൊരു ആരോഗ്യമുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖുള്ളത് കൊണ്ടാണല്ലോ ഈ ജുമുഅക്ക് ദിവസം ഒരു പ്രയാസവുമില്ലാതെ വണ്ടിയിലാണെങ്കിലും അല്ലാതെയാണ് ഈ ജുമുഅക്ക് വന്നിരിക്കാൻ നമുക്ക് സാധിച്ചത്. ഈ സന്ദർഭത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ കേരളത്തിന്റെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണല്ലോ. അവർക്കൊന്നും കൊടുക്കാത്തൊരു സിഹത്ത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അവരെക്കാൾ കൂടുതൽ അള്ളാഹുവിനോട് കടപ്പെട്ടവരും ബാധിതപ്പെട്ടവരും നമ്മളാണ്. അതുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, വഖുദ് മിൻ സിഹ്ഹതിക ലിമർദിക, നിന്റെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ ആരോഗ്യം നീ രോഗം വരുന്നതിന് മുമ്പ് നീ ചെലവഴിക്കണം. വമിൻ ഹയാതിക ലിമൗതിക, നിന്റെ മരണം എപ്പോ വന്നാലും നിന്റെ ഹയാത്ത് നിനക്ക് അള്ളാഹു നൽകിയ ആയുസ് നിന്റെ മരണത്തിന് മുമ്പ് നീ ചെലവഴിക്കണം. അതുകൊണ്ട് ഓരോ വർഷം മാറുമ്പോഴും ഓരോ ദിവസം മാറുമ്പോഴും സഹോദരന്മാരെ, മഹാന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങളൊക്കെ ഒന്ന് സ്വന്തം വിചാരം നടത്തി വെക്കുക, സ്വന്തം ഒന്ന് സ്കാനിങ് ചെയ്തു വെക്കുക. നമ്മൾ അള്ളാഹു പരലോകത്ത് വെച്ച് സ്കാനിങ് ചെയ്ത് നമ്മുടെ അമലുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മളെ തന്നെയും നമ്മുടെ കിതാബുകളൊക്കെ തൂക്കി നമ്മളെ വിലയിരുത്തുന്നതിന് മുമ്പ് നമ്മൾക്ക് സ്വന്തം ഒന്ന് വിലയിരുത്താനുള്ള അവസരമാണ് അള്ളാഹു നൽകുന്ന ഓരോ ദിവസങ്ങളും ഓരോ സമയങ്ങളും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പുതിയ വർഷം ഒരു പുതിയ തീരുമാനങ്ങളും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങളുമായി കൊണ്ടായിരിക്കും നമ്മൾ മുമ്പിലേക്ക് പോകേണ്ടത്. ഇസ്ലാമിന്റെ വർഷമെന്ന് പറഞ്ഞാൽ ഹിജ്റയുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണ്. ഹിജ്റയുമായി കൊണ്ട് ബന്ധപ്പെട്ടാണല്ലോ കാലഗണന മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടത്തിയത്. ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചത് രണ്ടു തരം ഹിജ്റകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ ദീന് സംരക്ഷിക്കാൻ വേണ്ടി അവൻ ജനിച്ച നാടും വീടുകളും കുടുംബവും സമ്പത്തും എല്ലാം വിട്ടുകൊണ്ട് ഒരു അന്യദേശത്തിലേക്ക് ഇസ്ലാമിന്റെ സംരക്ഷണാർത്ഥം അവന്റെ ദീന് സംരക്ഷിക്കാൻ വേണ്ടി പോവുക. മക്കയിലെ മുഹാജിറുകൾ പോയതുപോലെ പോവുക. അതെല്ലാവർക്കും കഴിഞ്ഞോളന്നില്ല, എല്ലാവർക്കും സാഹചര്യം ഉണ്ടായിക്കോളുന്നില്ല. പക്ഷേ രണ്ടാമത്തെ ഹിജ്റ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ബാധ്യതയുള്ള കാര്യം. എന്താ ഹിജ്റത്ത്? അൽ ഹിജ്റത്തു മിനൽ മആസി, തിന്മകളിൽ നിന്ന് ഒരു മനുഷ്യൻ ഹിജ്റ ചെയ്യണം. തിന്മകളിൽ, അഥവാ ഒരു മനുഷ്യൻ തിന്മയുടെ സ്ഥലമുണ്ടെങ്കിൽ ആ തിന്മയുടെ സ്ഥലത്ത് മാറി നിന്ന് തന്റെ ജീവിതത്തിൽ തിന്മകളുണ്ടെങ്കിൽ ആ തിന്മകളിൽ നിന്ന് മാറി നിന്നും തിന്മകളിൽ നിന്ന് ഹിജ്റ പോവുക. അതൊരു വിശ്വാസി, എല്ലാ വിശ്വാസികളും ചെയ്യേണ്ട നിർബന്ധമായ ബാധ്യതകളാണ്.
അതുകൊണ്ട് തന്നെ ഈ തുടക്കത്തിൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് കൂടുതൽ അടുക്കാനും നമുക്കറിയാം, നമ്മുടെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അനുദിനമെന്നോണം ഇസ്ലാമിൽ നിന്നും ദീനിൽ നിന്നും അകന്നകന്നകന്നു പോയിക്കൊണ്ടിരിക്കുന്ന വളരെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകളിലും യുവതികളിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, മഹാൻ ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞതുപോലെ രാവിലെ ഉണ്ടായാൽ ഒരു പക്ഷെ വൈകുന്നേരം ഉണ്ടായിക്കോളുന്നില്ല, വൈകുന്നേരം ഉണ്ടായാൽ ഒരു പക്ഷെ രാവിലെ ഉണ്ടായിക്കോളുന്നില്ല. അതുകൊണ്ട് കിട്ടിയ ആയുസ് പടച്ചറബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ശുദ്ധമായ മുഹറത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ വിശദീകരിച്ചു. അതേസമയം ഈ മുഹറത്തിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന ഒരുപാട് അനാചാരങ്ങൾ മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ശൈഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു വാചകത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം. അഥവാ രണ്ട് വിഭാഗം ആളുകൾ ഈ മുഹറത്തിന്റെ പവിത്രത മനസ്സിലാക്കുന്നതിൽ തെറ്റിപ്പോയിട്ടുണ്ട്. ഒന്ന് ജൂതന്മാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അതിന്റെ വലിയൊരാഘോഷമായി ഒരു വലിയ സംഭവമായി അവർ കൊണ്ടു നടക്കണം. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ആശൂറയിനെ അഥവാ മുഹറം 10 ഒരു പ്രത്യേകമായി കൊണ്ട് പിന്നെ നഹ്സായിക്കൊണ്ടും വലിയ അശുഭ ദിനമായിക്കൊണ്ടും അതുപോലെ തന്നെ അതിൽ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളുമായി കൊണ്ടൊക്കെ ചില ആളുകൾ നമ്മുടെ നാടുകളിൽ പോലുമുണ്ട്. മുഹറം 10 മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ കൊല്ലപ്പെട്ടത് എന്ന് ചരിത്ര യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ പല സംഭവ വികാസങ്ങളിൽ അവസാനമായിക്കൊണ്ട് അദ്ദേഹം കർബലയിൽ കൊല്ലപ്പെട്ടു. പക്ഷെ അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് ശിയാക്കളുടെ കുതന്ത്രങ്ങളും ചതികളുമുണ്ട്. ആ ചരിത്ര വിശദമായി നമ്മൾ ഒരിക്കൽ വിശദീകരിച്ചതാണ്. ഞാനിലേക്ക് കടക്കണില്ല. അപ്പം ഏതായിരുന്നാലും മുഹറം 10 മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ കൊല്ലപ്പെട്ടു എന്നതിന്റെ മറപിടിച്ചുകൊണ്ട് മുഹറം മാസത്തെ 1 മുതൽ 10 വരെ നഹ്സാവുകയും ഇനി മുഹറം 10 എന്ന് സ്വന്തം ശരീരത്തെ ആയുധങ്ങൾ എടുത്തുകൊണ്ട് പീഡിപ്പിക്കുകയും എതിരെ മാറത്തടിച്ചുകൊണ്ട് നിലവിളിക്കുകയൊക്കെ ചെയ്യുന്ന സമ്പ്രദായങ്ങൾ ഉത്തരേന്ത്യ പോലുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഷിയാക്കൾ വസിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂതന്മാരിൽ നിന്ന് കട്ടെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ജൂതന്മാരിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ചില പിഴച്ച വിശ്വാസങ്ങളുമായിക്കൊണ്ടാണ് അവർ സഞ്ചരിക്കുന്നത്. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിൽ നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. ആ കൊലയാളികളെ ഒരു വിശ്വാസികളായ ആളുകൾ ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ മഹത്വമുള്ളവരായിരുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ 3 പേരും കൊല്ലപ്പെട്ടതിന് ശേഷമാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ 3 പേരുടെയും കൊലപാതകത്തിൽ ഒരു പ്രത്യേകമായ ദുഃഖാചരണമോ ഇനി ഒരു പ്രത്യേകമായ ആഘോഷമോ സമൂഹത്തിൽ ഇല്ലാതെ പോയത്? എത്രത്തോളം ചോദിച്ചാൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ദുഃഖാചരണം ഇല്ലെന്ന് മാത്രമല്ല, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊന്ന അബൂ ലുഅ്ലുഅത്തിന് ഇന്ന് ഇറാനിൽ ജാറ വരെയുണ്ട് ഷിയാക്കൾക്ക്. ബാബ ശുജാഇ ബാബ എന്ന പേരിൽ ആ മനുഷ്യനെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊന്ന മനുഷ്യനെ അവർ വലിയ ശുജാഇയായി വലിയ ധീരനായി പ്രഖ്യാപിക്കുകയും അയാൾക്ക് ജാറം കിട്ടിയ ആളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ഒരു ഭാഗത്ത് ഷിയാക്കൾ നടക്കുമ്പോൾ മെല്ലെ മെല്ലെ കേരളത്തിലേക്ക് അതിന്റെ ചില അലയൊലികളും അതിന്റെ ചില കാറ്റുകളും വീശി തുടങ്ങുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടെ. ഇപ്പോൾ ഈ മുഹറം മാസത്തിന്റെ തുടക്കത്തിൽ വലിയ ആഘോഷങ്ങളും വലിയ പരിപാടികളുമായിക്കൊണ്ട് ചില ആളുകൾ പോകാണ്. അപ്പൊ നമുക്കറിയാം, അടുത്ത കാലഘട്ടത്തിൽ കേരളത്തിൽ വന്നൊരു കാര്യമാണ് ഹുസൈൻ റളിയല്ലാഹുവിന്റെ ആണ്ട് എന്ന് പറഞ്ഞ് ഈ മലപ്പുറത്തടുത്തൊരു കേന്ദ്രത്തിലും ഒരു വലിയ മുഹറം 10 വലിയ പരിപാടി. ഇതൊക്കെ എവിടുന്ന് വന്നതാണ്? ഞാൻ പറഞ്ഞില്ല, അലി ബിൻ അബി ത്വാലിബ് കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു വേള ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മരണമൊക്കെ ചരിത്രത്തിൽ വായിച്ചാൽ കരയാതിരിക്കാൻ കഴിയും. അത്രയും വളരെ പ്രയാസകരമായ മരണമാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടായത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ കെട്ടിയ ആ മഹാനായ മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ അതും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ സങ്കടകരമാണ്. പക്ഷെ മുസ്ലിമിനെ സംബന്ധിച്ച് അതൊന്നും ഒരു ദുഃഖാചരണമായിക്കൊണ്ടോ അതല്ലെങ്കിൽ അതൊരു വലിയ ആഘോഷമായിക്കൊണ്ടോ നാറത്തടിക്കാനുള്ള തെളിവായിക്കൊണ്ടോ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇതിലൊക്കെ ചില ജൂതന്മാരുടെ അജണ്ടകൾ നമ്മൾ അറിയാതെ മുസ്ലിം സമുദായത്തിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ആരും പെട്ടുപോകാൻ പാടില്ല.
അതുപോലെ തന്നെ മുഹറം മാസത്തെ നഹ്സായി കാണുന്ന സമ്പ്രദായങ്ങൾ സമുദായത്തിലുണ്ട്. അതും ഇസ്ലാമികമായിക്കൊണ്ട് ശരിയല്ല. ഇസ്ലാമിനെ സംബന്ധിച്ച് എല്ലാ ദിനങ്ങളും ശുഭദിനങ്ങളാണ്. എല്ലാ ദിവസങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുമ്മ യസ്അലുക ഇൽമൻ നാഫിയ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുത്തഖബ്ബൽ ഇത് പറഞ്ഞിട്ടാണ് എല്ലാ വിശ്വാസികളും എല്ലാ ദിവസവും രാവിലെയാകുന്നത്. നല്ല അമൽ സ്വാലിഹാത്തുകൾ ചോദിച്ചുകൊണ്ട്, നല്ല റിസ്ഖുകൾ ചോദിച്ചുകൊണ്ട്, നല്ല ഇൽമുകൾ ചോദിക്കുക. അത് എല്ലാ ദിവസത്തിനും ഒരു മനസ്സിൽ ലഭ്യമാകുന്ന കാര്യം. അതുകൊണ്ട് നഹ്സിന്റെ വിശ്വാസം ഇസ്ലാമികമല്ല. അത്തരം കാര്യങ്ങളും അനാചാരങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നും എന്താണ് മുഹറത്തിന്റെ മഹത്വം, ആ മഹത്വം മനസ്സിലാക്കി അതുപോലെ പിന്നെ ആശുറാന്റെയും താസുആന്റെയും നോമ്പുകളൊക്കെ അനുഷ്ഠിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കളായി ജീവിക്കുവാനും അങ്ങനെ തന്നെ ലോകത്തോട് വിട പറയാനും അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തുകൊണ്ടുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അല്ലാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന വിശ്വാസികൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം മൂലവും അതുപോലെ തന്നെ കടബാധ്യത മൂലം പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ആശ്വാസം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.